റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പോകുന്നത് ഒരു വനം തേടിയാണ്. വനത്തിനകത്ത് കയറാൻ പക്ഷേ ഇവിടെ ഫോറസ്റ്റിൻ്റെ അനുമതിയൊന്നും വേണ്ട. ഇതിൽ സ്വാഭാവികമായി ഉണ്ടായ വനവുമല്ല, ഉണ്ടാക്കിയെടുത്ത വനമാണ്. പക്ഷേ ഈ വനത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഈ വനത്തിലുള്ള മരങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പുളിമാത്ത് പഞ്ചായത്തിൽ, അതായത് കാരച്ചിനടുത്ത് പുളിമാത്ത് പഞ്ചായത്തിൽ ഷാജു ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷാജു ചേട്ടൻ്റെ വീട് എന്ന് പറയാൻ ആവുമോ എന്നറിയില്ല. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഈ സ്ഥലം കാണാനാണ് നമ്മൾ വന്നത്. ഇതാണ് ഷാജുവേട്ടൻ്റെ ഒരു 40 വർഷത്തിലധികമുള്ള സമ്പാദ്യം. അതായത് 40 വർഷത്തിലധികം പല സ്ഥലങ്ങളിൽ സന്ദർശിച്ച് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് കണ്ടെത്തിയ അപൂർവീനം ഔഷധ സസ്യങ്ങൾ, ഔഷധ മരങ്ങൾ കൊണ്ടൊരു കാടൊരുക്കുകയാണ് അദ്ദേഹം. ഹിമാലയം താഴ്വാരങ്ങളിൽ മാത്രം കാണുന്ന ഒരു ഇതാണ് മൗവ. ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ നിന്നൊരു മഞ്ഞപ്പഴം കഴിച്ചിട്ടാണ് ആനയും മറ്റ് മൃഗങ്ങളുമൊക്കെ ആടി ലഹരിയാണ്. അവിടുത്തെ ലോക്കൽ ആളുകളുടെ ലഹരിയും ലിക്വറും മൗവയാണ്. ഈ വയ്യങ്കത നട്ടിട്ട് 2 വർഷമാകുന്നുള്ളൂ. ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ വയ്യങ്കതയുടെ മുള്ളിന് ഏകദേശം ഇത്രയും നീളം വരും. എത്ര ശക്തനായാലും ഇതിൽ പെട്ടുപോയാൽ ഊരാൻ വലിയ പാടാണ്. അത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പഴയ മുദ്രാവാക്യം തന്നെ ഈ വാരിക്കുന്തം കൈകളിൽ എന്തി എന്നൊക്കെ വരുന്നില്ലേ. അതിനു മുമ്പ് വയ്യങ്കതയുടെ കമ്പ് മുറിച്ചും തല്ലാൻ ഞങ്ങൾ മടിക്കില്ല എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തല്ല് കിട്ടിയാൽ പോയി. കരിഞ്ഞൊട്ടയിലാണ് മെതിയടി ഉണ്ടാക്കിയിരുന്നത്. നമുക്കവിടെ കർപ്പൂരമുണ്ട്. ഇത് പച്ച കർപ്പൂരമാണ്. ഇതിൻ്റെ വേരുകൾ പോകുന്നിടത്തെല്ലാം ഇതിൻ്റെ തൈ ഉണ്ടാവും. അയൺവുഡിൻ്റെ പ്രത്യേകത, പണ്ടത്തെ തോക്കിൻ്റെ പാത്തി തടിയിലാണ്. അതേസമയം തോക്ക് അലോയിലോ മറ്റ് മെറ്റലാണ് അല്ലേ. പാത്തി മാത്രം എന്തിനാണ് ചെയ്തത്? അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ട് പഴയ ആളുകൾ ഇത് കണ്ടുപിടിച്ചു. നാൽപ്പത് തരം ആൽമരങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിലൊരു പ്രധാന ആലാണിത്. നോക്കൂ, ഇതിൻ്റെ ഇലയെല്ലാം കുമ്പിളായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓരോ ഇലയും കുമ്പിൾ രൂപത്തിലാണ്. അത് കൃഷ്ണാസ് ബട്ടർ ലീഫ് എന്നാണ് ഈ ആലിൻ്റെ പേര്. ഇത് പനച്ചിയാണ്. ഇതിൻ്റെ കറയാണ് നമ്മുടെ ചെണ്ട വരിഞ്ഞ് മുറുക്കാനായിട്ട് വരുന്നത്. നമ്മുടെ രാസ്നാദിപ്പൊടി ഉണ്ടാക്കുന്ന ചിറ്റരത്തയാണ്. അതൊരു ഇഞ്ചി ഫാമിലിയിലുള്ളതാണ്. പക്ഷേ അതിൻ്റെ മണം രാസ്നാദി മണത്തെ അതേ ഇത് കിട്ടും അല്ലേ. കഴിഞ്ഞ 10-40 വർഷക്കാലം ഞാൻ ജീവിതത്തെ ഈ വനങ്ങളുടെ ഇടയിലും മരങ്ങളുടെ ഇടയിലും എൻജോയ് ചെയ്തു. അപ്പോൾ എൻ്റെ ഉദ്ദേശം, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മരം, അത് ഛത്തീസ്ഗഡിലായാലും ശരി, ഹിമാലയ സാനുക്കളിലായാലും ശരി, വയനാട്ടിലായാലും ശരി ഉണ്ടെന്നറിഞ്ഞാൽ അവിടേക്ക് യാത്ര ചെയ്യുകയും അതിൻ്റെ ഒരു തൈ എങ്ങനെ നമുക്ക് സംഘടിപ്പിക്കാം. ഇത് പഴയ കുങ്കുമം ഇതിലാണ്. ഇത് കരളകം എന്നുള്ള കരൾ സംബന്ധമായ അസുഖത്തിനുള്ള ഒരു ഇലയുമാണ്. ഇതാണ് രാജാപ്പുളി എന്ന വേൾഡിലെ ഏറ്റവും പുളിപ്പുള്ള പഴം. ഇത് മാംഗോസ്റ്റിനും വൈക്കം മുഹമ്മദ് ബഷീറും വളരെ ബന്ധമാണ്. അദ്ദേഹം ഇതിൻ്റെ ചോട്ടിലാണ് കസേരയിട്ടിരുന്ന് ഇത് ചെയ്ത്. ഈ മുളയെ അങ്ങോട്ട് ചരിക്കുക, മുകളിൽ നട്ട മുളയെ ഇങ്ങോട്ട് ചരിക്കുക. അപ്പോൾ ഇതൊരു ബ്രിഡ്ജാവും. ഇതിൻ്റെ അടിയിലൊരു സെല്ലാറും അവിടെ നമുക്ക് ഇരിക്കുകയും ഒക്കെ ചെയ്യാം.
ഈ മരത്തിൻ്റെ പേര് മഹാവില്ലു അഥവാ മഹാകൂവളം. ഒരു നഗരവാസിയായ എനിക്ക് 4 സെൻറ്റിനകത്ത് മരങ്ങൾ വളർത്താൻ ഉണ്ടായ ഒരു മാർഗമാണ് ബോൺസായി. ഇത് കണ്ടോ, ഇതിൻ്റെ പേര് ഇലിപ്പ എന്നാണ്. അതങ്ങനെ ഇരിപ്പാണ്. ശ്രീപത്മനാഭസ്വാമിയുടെ മൂലവിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് ഇലിപ്പയിലാണ്. ബോധിയും അരയാലും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നോക്കൂ, അരയാലിൻ്റെ തുമ്പത്തെ ഇല ഇങ്ങനെ പോകും, പക്ഷേ ബോധി അങ്ങനെയല്ല. ബോധിക്ക് ഇത്രയേ ഉള്ളൂ. ഇതാണ് ആ ഡിഫറൻസ്. നമ്മളെ ബൈബിളും ഖുറാനും ഒക്കെ എഴുതിയത് ഈ ഇലയിലാണ്. സാധാരണക്കാർക്ക് ഒരുപക്ഷെ അറിയാൻ കഴിയാത്ത ഒരിതാണ്. ഇതിൻ്റെ ഇംഗ്ലീഷിലെ പേര് ആർട്ടോഗ്രാഫ് പ്ലാന്റ് എന്നാണ്. ISRO തന്നതിന് എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പറയുന്ന പോലെ മണ്ണിൽ കുഴിച്ചു വെച്ച ആളാണ് ഞാൻ. പക്ഷേ മരങ്ങളായിട്ടാണ്. അതെനിക്ക് ഉറപ്പുണ്ട്. അത് പണത്തിലേറെ വലിയ ഒരു സമ്പത്തായി മാറുന്നതാണ്. ഈ സംസ്കാരം എൻ്റെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. എങ്കിലേ ഇതൊരു ഒറ്റയാൻ യാത്ര ആയതുകൊണ്ട് ഒരു കാര്യമില്ല. ഈ പ്രകൃതിയിൽ ഈ പച്ചപ്പ് നിലനിർത്തണം, ഈ കാർബൺ എമിഷൻ അത് നമുക്ക് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് തലമുറകൾക്ക് കൈമാറേണ്ടുന്ന ഒരു തത്വമാണ്. എൻ്റെ ചുറ്റുമുള്ള ഈ മരങ്ങൾ ഒരു ഭാവിയിലേക്കുള്ള കരുതൽ കൂടിയാണ്. കഥകളിലൂടെയും വായനയിലൂടെയും എല്ലാം കേട്ട് പരിചയിച്ച ഒരുപാട് വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നമുക്ക് ഇവിടെ എത്തിയാൽ കാണാനാകും. ഇത് വരും വർഷങ്ങളിൽ ഒരു വലിയ കാടായി മാറും.